ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഹോം വേൾഡ്. സുഖമല്ലേ എല്ലാവർക്കും? നമ്മൾ കുറേ ദിവസത്തിന് ശേഷം വീണ്ടും ഇന്നാണ് കണ്ടുമുട്ടുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, കുറച്ച് തിരക്കായിപ്പോയി, അതുകൊണ്ടാണ് വീഡിയോയുടെ ഇച്ചിരി ലേറ്റായത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ വീട്ടിൽ നമുക്ക് റോസാ ചെടികളെ എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ളതാണ്. അതിന് യൂസ് ചെയ്യേണ്ട ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ്, അല്ലാതെ നമുക്ക് വേറെ എന്തൊക്കെ വളങ്ങൾ നമ്മളെ ചെടിയൊക്കെ ഉപയോഗിക്കാം, യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വൺസ് അഗെയിൻ വീണ്ടും എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ വീഡിയോയിലോട്ട് കടക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഉപയോഗിച്ച വളത്തിനെ കുറിച്ച് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ മുട്ടയുടെ തോട്, നമ്മളെ വീട്ടിൽ യൂസ് ചെയ്യാറുള്ള മുട്ടയുടെ തോട്, കടലപ്പിണ്ണാക്ക്, ഇത് എല്ലാ കടയിലും അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. ഇത് നമ്മൾ നല്ലപോലെ മിക്സിയിലിട്ട് പൊടിച്ച് ഫൈൻ പാർട്ടിക്കിൾസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് എല്ലുപൊടിയും വേപ്പം പുണ്ണാക്കും. അപ്പോൾ ഇങ്ങനെ 4 ഇൻഗ്രീഡിയൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ മിക്സ് ചെയ്യണം. ആദ്യം നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ചാണകം, ഇച്ചിരി ചാണകം നമുക്ക് ആവശ്യമാണ്. നമ്മൾ ഇതെല്ലാം കൂടെ നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ റോസയുടെ പഴയ പൂക്കളെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇതെന്ന് വെച്ചാൽ നമ്മൾ കത്രിക നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ഒരു പരമാവധി നമുക്ക് റോസയിലുള്ള ഇൻഫെക്ഷൻ, നമ്മളിങ്ങനെ വെട്ടുന്ന കാരണം ഇൻഫെക്ഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അങ്ങനെ നമുക്ക് ചെടികളിൽ റോസയിലെ പഴയ പൂക്കളൊക്കെ വെട്ടിക്കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്തിട്ട് ഉള്ള നമ്മളെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ചെടികളെ മൂട്ടിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മളൊരു സ്പൂൺ വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്, കുറച്ച് മതി. എന്നിട്ട് ആ മൂട്ടിൽ ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക, നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മെത്തേഡ് നമുക്ക് 15 ദിവസത്തിൽ ഒരിക്കൽ കൂടുമ്പോൾ നമുക്ക് ഇത് റോസാ ചെടിയേക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് കാരണം നല്ല തളിർപ്പും പുതിയ മൊട്ടുകളും വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതാണ് നമ്മളെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഓഫ് ഓർഗാനിക് ഫെർട്ടിലൈസേഷൻ. ഇനി അടുത്ത് വീണ്ടും പല വളമിടൽ രീതിയുമായിട്ട് വീണ്ടും കാണാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ, സീ യു. അപ്പോൾ മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ബൈ.